നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി, ഈ കൂറ്റൻ മലനിരകൾ, നമ്മൾ പടുത്തുയർത്തിയ ഈ നാഗരികതകൾ, ഇതെല്ലാം വെറും ഒരു നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന ഒരു ദിവസത്തെക്കുറിച്ച്? അന്ന് ഭൂമിക്ക് പറയാൻ ചില രഹസ്യങ്ങളുണ്ടാകും. മനുഷ്യൻ ഒളിച്ചുവെച്ച, കുഴിച്ചുമൂടിയ അന്ധകാരമായ സത്യങ്ങൾ പുറത്തുവരുന്ന ആ നിമിഷം. ലോകാവസാനത്തിൻ്റെ ആ ഭീകരമായ വിറയലിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പ് അതാണ്. അസ്സൽസല. അത് വെറുമൊരു പ്രകൃതി ദുരന്തമല്ല, അത് പ്രപഞ്ചനാഥന്റെ അന്തിമമായ വിധിതീർപ്പാണ്. നമുക്ക് ആ നിമിഷത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഈ പ്രപഞ്ചം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ആകാശം, ഈ നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ നിലകൊള്ളുന്ന ഈ പർവ്വതനിരകൾ, ഇവയെല്ലാം ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമുള്ളതാണ്. മനുഷ്യൻ തൻ്റെ തിരക്കുകളിലാണ്. അവൻ നഗരങ്ങൾ പടുത്തുയർത്തുന്നു, സാങ്കേതിക വിദ്യയിൽ വിസ്മയങ്ങൾ തീർക്കുന്നു. എന്നാൽ പ്രകൃതിയുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ രഹസ്യത്തെ അവൻ മറന്നുപോകുന്നു. സമാധാനപരമായ ഒരു വൈകുന്നേരം, പക്ഷേ പ്രകൃതി അസ്വാഭാവികമായ ഒരു നിശബ്ദതയിലാണ്. മൃഗങ്ങൾ അസ്വസ്ഥമാകുന്നു, കാറ്റ് അതിൻ്റെ ഗതി മാറ്റുന്നു. എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്ന സൂചന. മനുഷ്യൻ തൻ്റെ സുഖലോലുപതയിൽ മുഴുകിയിരിക്കുമ്പോഴും കാലത്തിൻ്റെ അണിയറയിൽ ഒരു മഹാവിസ്ഫോടനം ഒരുങ്ങുകയാണ്. അന്ന് സൂര്യൻ അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് ഇരുളും, നക്ഷത്രങ്ങൾ ചിതറി വീഴും, കടലുകൾ മര്യാദകൾ ലംഘിച്ച് കരയിലേക്ക് ഇരച്ചുകയറും. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഒരു വിറയൽ തുടങ്ങും. അത് സാധാരണ ഒരു ഭൂകമ്പമല്ല. ഭൂമി അതിൻ്റെ സൃഷ്ടാവിനോട് സംസാരിക്കാൻ തുടങ്ങുന്ന നിമിഷമാണത്. സൂറത്തു സൽസലയിലെ ആദ്യ വചനം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഭൂമി അതിൻ്റെ പരമാവധി ശക്തിയോടെ വിറകൊള്ളുമ്പോൾ, നിങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നിങ്ങളുടെ വീട്, നിങ്ങൾ സ്നേഹിക്കുന്നവർ എല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ തകർന്നടിയുന്നു. ഭൂമി വെറുമൊരു കുലുക്കമല്ല അനുഭവിക്കുന്നത്, അത് അതിൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് സ്വയം തകർക്കുകയാണ്. പർവ്വതങ്ങൾ വെറും പഞ്ഞിപോലെ വായുവിൽ പറക്കും. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കും. മനുഷ്യൻ അന്ന് പരിഭ്രാന്തനാകും. അവൻ ചോദിക്കും, എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത്? എന്തിനാണ് ഇത് ഇത്രയേറെ പ്രകമ്പനം കൊള്ളുന്നത്? ഇന്ന് നമ്മൾ ചെറിയൊരു ഭൂചലനം ഉണ്ടാകുമ്പോൾ തന്നെ വിറച്ചു പോകുന്നു. എന്നാൽ അന്ന് ഭൂമി അതിൻ്റെ ഭാരങ്ങളെല്ലാം പുറത്തെടുത്തേറിയും. പണ്ഡിതന്മാർ പറയുന്നു, ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ട ഓരോ മനുഷ്യനും അന്ന് പുനർജനിക്കും. ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള ഭാരങ്ങൾ പുറന്തള്ളുമ്പോൾ. എന്താണ് ഈ ഭാരങ്ങൾ? ശാസ്ത്രീയമായും ആത്മീയമായും ഇതിന് ആഴമേറിയ അർത്ഥങ്ങളുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ലാവയും കഠിനമായ ലോഹങ്ങളും പുറത്തേക്ക് പ്രവഹിക്കും. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വലിയ ശേഖരങ്ങൾ മലനിരകൾ പോലെ പുറത്തേക്ക് തെറിക്കും. മണ്ണടിഞ്ഞുപോയ കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം എഴുന്നേൽക്കുന്ന ആ മഹാസംഭവം, അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ഭീകരമായിരിക്കും. പക്ഷേ അന്ന് ആരും ആ നിധിക്ക് പിന്നാലെ പോകില്ല. ഇത്രയും കാലം മനുഷ്യൻ പണത്തിനു വേണ്ടിയും സ്വർണത്തിനു വേണ്ടിയും യുദ്ധം ചെയ്തു, രക്തം ചിന്തി. എന്നാൽ ആ മഹാദിവസം ഈ നിധികൾ ചാരത്തിന് തുല്യമായിരിക്കും. അതിനേക്കാൾ ഭീകരമായ മറ്റൊരു ഭാരം ഭൂമി പുറന്തള്ളാനുണ്ട്. അതാണ് മനുഷ്യൻ. ആദമിൻ്റെ മക്കൾ മുതൽ ലോകാവസാനം വരെയുള്ള കോടിക്കണക്കിന് മനുഷ്യർ ഒരേ സമയം മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ശവകുടീരങ്ങൾ പിളരുകയും അഴുകിപ്പോയ ശരീരങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്യും. ഒരു വലിയ കടൽ പോലെ മനുഷ്യർ ഭൂമിക്ക് മുകളിൽ നിരക്കും. അന്ന് മനുഷ്യൻ അമ്പരപ്പോട് ചോദിക്കും, ഈ ഭൂമിക്ക് എന്തുപറ്റി? എന്തുകൊണ്ടാണ് ഭൂമി ഞങ്ങളെ ഇത്ര ക്രൂരമായി പുറന്തള്ളുന്നത്?
നമ്മൾ ഇന്ന് ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് കേവലം നിർജീവമായ ഒന്നാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ കേൾക്കുക, വരാനിരിക്കുന്ന ആ ഭയാനകമായ ദിനത്തിൽ ഈ മണ്ണ് സംസാരിക്കും. يومئذ تحدث أخبارها അന്ന് ഭൂമി തന്റെ വാർത്തകൾ അറിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് ചോദിച്ചു, ഭൂമിയുടെ വാർത്തകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും പ്രവാചകനും അറിയാം. അവിടുന്ന് അരുളി, ഭൂമിക്ക് മുകളിൽ ഓരോ പുരുഷനും സ്ത്രീയും ചെയ്ത കാര്യങ്ങൾക്ക് ഭൂമി സാക്ഷി പറയുന്നതാണ്. നിങ്ങൾ ആരും കാണാതെ ചെയ്ത നന്മകൾ, രഹസ്യമായി നൽകിയ ദാനങ്ങൾ, ആരും കാണില്ലെന്ന് കരുതി ചെയ്ത പാപങ്ങൾ, ഇവയെല്ലാം ഈ മണ്ണ് ഓർത്തുവെക്കുന്നുണ്ട്. മണ്ണിൽ വീണ ഓരോ തുള്ളി കണ്ണീരും ഓരോ തുള്ളി രക്തവും അന്ന് സംസാരിക്കും. ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് بأن ربك ഭൂമി സത്യങ്ങൾ വിളിച്ചു പറയും. വിചാരണവേളയിൽ മനുഷ്യൻ തന്റെ അവയവങ്ങളെ പഴിക്കുമ്പോൾ അവൻ ചവിട്ടി നടന്ന മണ്ണും അവനെതിരെ അല്ലെങ്കിൽ അവന് അനുകൂലമായി മൊഴി നൽകും. രക്ഷപ്പെടാൻ ഒരിടവുമില്ലാത്ത, മറച്ചുവെക്കാൻ ഒരു രഹസ്യവുമില്ലാത്ത ആ നിമിഷത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് മനുഷ്യർ പല ഗ്രൂപ്പുകളായി വേർതിരിയും. يومئذ يصدر الناس أشتاتا ഒരു വലിയ ജനസാഗരം അവരുടെ കർമ്മഫലങ്ങൾ കാണാൻ വേണ്ടി ചിതറിയോടും. ലോകം കണ്ട ഏറ്റവും വലിയ പലായനമായിരിക്കും അത്. കുടുംബ ബന്ധങ്ങൾ മുറിയും, മാതാപിതാക്കൾ മക്കളെ മറക്കും, സ്നേഹിതർ ശത്രുക്കളാകും. ഓരോരുത്തരും സ്വന്തം കാര്യത്തിൽ മാത്രം വ്യാപൃതരാകും. ചില മുഖങ്ങൾ അന്ന് ചന്ദ്രനെപ്പോലെ പ്രകാശിക്കും. അവർ ഭൂമിയിൽ വെച്ച് ചെയ്ത നന്മകളുടെ വെളിച്ചം അവരുടെ മുൻപിലും വശങ്ങളിലും തെളിഞ്ഞു നിൽക്കും. എന്നാൽ മറ്റു ചിലരുടെ മുഖം കടുത്ത അന്ധകാരത്തിൽ മുങ്ങിയിരിക്കും. അവർ തങ്ങളുടെ വിധി കാത്ത് പരിഭ്രമിക്കും. ഖുർആൻ പറയുന്നു, അവർ ചെയ്ത ഓരോ കാര്യവും രേഖപ്പെടുത്തിയ പുസ്തകങ്ങൾ അന്നു നൽകപ്പെടും. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ പോലെയല്ല ഇത്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വികാരങ്ങൾ പോലും രേഖപ്പെടുത്തിയ ആത്യന്തികമായ സത്യങ്ങളുടെ പുസ്തകമാണത്. ഇതാണ് ഈ സൂറത്തിലെ ഏറ്റവും ഗൗരവമേറിയ വരികൾ. فمن يعمل مثقال ذرة ആരെങ്കിലും ഒരു അണു അളവ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതവിടെ കാണും. നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന കാര്യങ്ങൾ, ഒരു ഉറുമ്പിന് നൽകിയ വെള്ളം, ഒരാൾക്ക് നൽകിയ നല്ലൊരു വാക്ക്, ഒരു പുഞ്ചിരി, വഴിയിൽ നിന്ന് മാറ്റിയ ഒരു മുള്ളുപോലും അന്ന് നിങ്ങളുടെ രക്ഷയ്ക്കെത്തിയേക്കാം. അതുപോലെ തന്നെ ومن يعمل مثقال ذرة ആരെങ്കിലും ഒരു അണു അളവ് തിന്മയാണ് ചെയ്തതെങ്കിൽ അതും അവനവിടെ കാണാം. ആരും അറിഞ്ഞില്ലല്ലോ എന്ന് കരുതി നാം ചെയ്ത കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും അവിടെ വലിയ ഗൗരവത്തോടെ കാണപ്പെടും. അള്ളാഹുവിൻ്റെ നീതിയിൽ വിട്ടുവീഴ്ചയില്ല. അവൻ ഏറ്റവും സൂക്ഷ്മമായി കണക്കു നോക്കുന്നവനാണ്. നമ്മുടെ നന്മയുടെ തുലാസ് താഴ്ന്നിരിക്കുമോ അതോ തിന്മയുടെ തുലാസ് കനം തൂമുമോ എന്നതായിരിക്കും ആ ദിവസത്തെ ഏറ്റവും വലിയ ആകാംക്ഷ. സുഹൃത്തുക്കളെ, സൂറത്തു സൽസല വെറുമൊരു ഭീഷണിയല്ല, അതൊരു വലിയ തിരിച്ചറിവാണ്. നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും രേഖപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ഭൂമി നാളെ നമുക്കായി സാക്ഷി പറയുന്ന ഒന്നായി മാറണം. ഈ വീഡിയോ അവസാനിക്കുമ്പോഴും ആ വിറയലിൻ്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. അന്ന് വിറയ്ക്കുന്ന ഭൂമിയിൽ പതറാതെ നിൽക്കാൻ നമുക്ക് എന്ത് നന്മകളാണ് കൈവശമുള്ളത്? ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇന്ന് എൻ്റെ മണ്ണ് എനിക്ക് അനുകൂലമാണോ? സംസാരിച്ചത് അതോ എതിരായോ? ചിന്തിക്കുന്നവർക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട്. അള്ളാഹു നമ്മെ ആ മഹാവിപത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നൂർ ബിയോണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.